അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ശ്രോതാക്കളെ, അസ്വദ് ഇബ്നു സരീഅ് റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യന്മാരിൽപ്പെട്ട പ്രമുഖനായ ആ മഹാനുഭാവൻ ഒരു ദിവസം ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലെത്തി ഒരു പ്രധാനപ്പെട്ട കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർത്തുകയുണ്ടായി. മഹാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഇന്ന് പതിവിന് വിരുദ്ധമായി ഒരുപാട് സ്തുതിവചനങ്ങൾ അള്ളാഹുവിന് അർപ്പിച്ചു. അൽഹംദുലില്ലാ എന്ന വാക്കുകൾ ഒരുപാട് തവണ അള്ളാഹുവിന് സമർപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പുഞ്ചിരി തൂകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹാനുഭാവനോട് മറുപടി പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ സ്തുതിവചനങ്ങൾ കേൾക്കുമ്പോഴും അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടുകയാണ്. അള്ളാഹു അതിനുള്ള വലിയ പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ബഹുമാനാദരവുകളോട് കൂടെ ഒരാളുടെ ഗുണഗണങ്ങൾ പറയുന്നതിനാണ് സ്തുതി പറയുക എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയോട് പ്രത്യക്ഷത്തിലും സമൂഹത്തോട് പരോക്ഷമായും സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വയം തന്നെ 20-ലധികം സ്ഥലങ്ങളിൽ സ്തുതിവചനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ പ്രഥമവും പ്രധാനവുമായ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാമത്തെ സൂക്തം തന്നെ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതികളും എന്നുരുവിട്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് എന്നർത്ഥം. ഓരോ സ്ഥലങ്ങളിലും ഓരോ കാര്യങ്ങളുടെ പേരിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വയം സ്തുതിവചനങ്ങൾ പറഞ്ഞതായി കാണാം. സൂറത്തുൽ ഫാത്തിഹയിൽ സ്തുതിവചനങ്ങൾ കൊണ്ട് ആരംഭിക്കുകയും അൻആം സൂറത്തിലുണ്ട്, അഅറാഫ് സൂറത്തിലുണ്ട്, സൂറത്തു ഫാത്തിറിലുണ്ട്. ഇങ്ങനെ ഖുർആനിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു തആല ഓരോ അനുഗ്രഹങ്ങളുടെ പേരിൽ, ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പേരിൽ സ്വയം സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ഇഷ്ടത്തോടു കൂടെയാണ് ഇവിടെയൊക്കെ സ്വയം സ്തുതിവചനങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, ഓരോ ദിവസവും 17 തവണ ഓരോ വിശ്വാസിയും ചുരുങ്ങിയത് പാരായണം ചെയ്യപ്പെടുന്ന ആ സൂറത്തിൻ്റെ പ്രാരംഭത്തിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സ്തുതിവചനങ്ങൾ ഉരുവിടുന്നുണ്ട്. അതുപോലെ നിസ്കാരം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. ആ ഇബാദത്തിൽ ഉടനീളം സ്തുതിയുടെ വചനങ്ങൾ കാണാം. റുക്കൂഇൽ നിന്ന് ഉയരുന്ന സമയത്ത് സമി അല്ലാഹു ലിമൻ ഹമിദ, അള്ളാഹുവിനെ സ്തുതിവചനങ്ങൾ പറയുന്നവരുടെ സ്തുതി അള്ളാഹു കേൾക്കട്ടെ, സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എഴുത്തിദാലിലേക്ക് ഉയരുന്ന സമയത്ത് വീണ്ടും അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. റബ്ബനാ ലക്കൽ ഹംദ്, അള്ളാഹുവേ നിനക്കാണ് എല്ലാ സ്തുതികളും. മിൽ അസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ നിറയെ ഉള്ള സ്തുതികൾ. എത്ര കൂടുതൽ പറഞ്ഞാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമാവാൻ നമ്മുടെ സ്തുതിവചനങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ആകാശഭൂമികൾ നിറയെയും ശേഷം നീ ഉദ്ദേശിച്ച മറ്റു വസ്തുക്കൾ നിറയെയുമുള്ള സ്തുതി നിനക്കാണെന്ന് നാം അള്ളാഹുവിനെ ബോധിപ്പിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ സ്തുതിവചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. ഉറക്കിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദ മാ അമാതനി, മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ദിവസം ആരംഭിക്കുന്നത്. അതുപോലെ ഭക്ഷണം കഴിച്ചാൽ ഉടനെ അൽഹംദുലില്ലാ എന്ന് പറയണം. ബാത്റൂമിൽ പോയി വന്നാൽ ഉടനെ അൽഹംദുലില്ലാ എന്ന് പറയണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും ആസ്വദിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ സ്തുതിവചനങ്ങൾ വിശ്വാസി ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ വിശ്വാസികളെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്ത് നിന്ന് ഒരുപാട് തവണ അള്ളാഹുവിൻ്റെ സ്തുതിവചനങ്ങൾ ഉരുവിട്ട് അവസാനം സ്വർഗലോകത്ത് അവർക്കുള്ള പ്രതിഫലം ലഭിച്ചു കഴിയുമ്പോഴും വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, അവരുടെ അവസാന വാചകം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവർ സ്വർഗത്തിലെത്തിയാലും അള്ളാഹുവിൻ്റെ സ്തുതിവചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കും. അത്രയും വലിയ മഹത്വമാണ് സ്തുതിവചനങ്ങൾ പറയുന്നതിന് ഇസ്ലാം കൽപ്പിക്കുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനെ അതിരറ്റ് സ്തുതി പറഞ്ഞ ആളുകളാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 2 പ്രവാചകന്മാരുടെ കഥ പറയുന്നത് കാണാം. വലഖദ് ആതൈനാ ദാവൂദ, പ്രവാചകവര്യനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് നാം നൽകി. സുലൈമാൻ, അദ്ദേഹത്തിൻ്റെ പുത്രനും ആഗോള ചക്രവർത്തിയുമായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനും ഇൽമ, ഒരുപാട് വിജ്ഞാനങ്ങൾ നാം നൽകി. എന്നിട്ട് അല്ലാഹു തആല അവരെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് വഖാല, ആ ഇൽമുകളൊക്കെ അല്ലെങ്കിൽ അധികാരങ്ങളൊക്കെ അവർക്ക് നൽകിയപ്പോൾ അവർ എന്നോട് കൂടുതൽ നന്ദിയുള്ളവരാവുകയും അവർ 2 പേരും പറഞ്ഞു അൽഹംദുലില്ലാഹ് അല്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ഞങ്ങളെ എല്ലാ വിശ്വാസികളെക്കാളും അല്ലെങ്കിൽ വിശ്വാസികളിൽ നിന്ന് ഭൂരിഭാഗം ആളുകളെക്കാളും വലിയ സ്ഥാനമാനങ്ങൾ നൽകി അറിവനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രവാചകന്മാരുടെ മഹനീയ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മളെല്ലാവരും അനുധാവനം ചെയ്യണം. അള്ളാഹുവിൻ്റെ വചനങ്ങൾ, സ്തുതിവചനങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മക്കളെയും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അവരെ ശീലിപ്പിക്കണം. നമുക്ക് അല്ലാഹു തആല ഭക്ഷണം നൽകുന്നു, ആ ഭക്ഷണം ലഭിക്കാത്ത എത്രയോ പേരുണ്ട് ഈ ലോകത്ത്. അതുപോലെ ആരോഗ്യം, അതുപോലെ വലിയ വിജയങ്ങൾ, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ എല്ലാത്തിലുമുപരി ഈ മഹത്തായ മാർഗമായ ഇസ്ലാം മതത്തിലേക്ക് അല്ലാഹു തആല ഹിദായത്താക്കിയതിനൊക്കെ അള്ളാഹുവിനോട് എപ്പോഴും നന്ദി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല സമൂഹമായി പരിചയപ്പെടുത്തിയ മുസ്ലിം സമൂഹത്തിൽ ഒരംഗമായി തീരാൻ നമുക്കല്ലാഹു ഭാഗ്യം തന്നതിൽ പ്രത്യേകം അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെ അള്ളാഹുവിനുള്ള സ്തുതിവചനങ്ങൾ കൂടുതൽ കൂടുതൽ ഉരുവിടുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനും നാളെ പരലോകത്ത് സ്വർഗം നേടാനും കാരണമാകുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.